അങ്ങനെ നമ്മുടെ ചോറും കറിയും എല്ലാം റെഡി ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി കഴിക്കാനുള്ള പരിപാടിയാണ്. ഇത് പൊരിക്കാൻ, ഇത് കറി വെക്കാൻ പോരെ. ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള മെയിനാണ്. അതിൻ്റെ അകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ച് മുളക് പൊടിയും കൂടി ഇടുക, കുറച്ച് ഉപ്പിടുക, പച്ച വെളിച്ചെണ്ണ, കുറച്ച് വിനാഗിരി. ഇനി അത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. നല്ല നാടൻ വേപ്പില കുറച്ച് ചേർക്കാം. വേപ്പിലയും കൂടി ഇട്ടിട്ട് ചേർക്കാനുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയാണ് ഇപ്പോൾ നമ്മൾ ചതച്ചുകൊണ്ടിരിക്കുന്നത്. ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇത് മുരിഞ്ഞ് ഈ ഒരു ഹാഫ് ടൈമൊക്കെ ആകുമ്പോൾ അതിലേക്ക് ചേർത്തിടുക. അപ്പോഴാണ് ശരിക്കും ആ മീനിൻ്റെ കൂടെ ആ ഒരു ഫ്ലേവേഴ്സും ആ ഒരു ഫ്രൈൻ്റെ സ്മെല്ലൊക്കെ അടിച്ച് കഴിക്കുന്നത്. ഗാർലിക് പേസ്റ്റും ജിഞ്ചർ പേസ്റ്റും കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് എന്താ പറയുക മിക്സ് ചെയ്ത് ചേർക്കുകയും ചെയ്യാം. പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ഇതാണ്. ഫിഷിൻ്റെ ആ ഒരു റിയൽ ടേസ്റ്റും കിട്ടും, ഇതിൻ്റെ ഒരു ഫ്ലേവറും കിട്ടും. ഫിഷ് ഫ്രൈ മാത്രമല്ല കേട്ടോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. നല്ല കായും അച്ചിങ്ങയും കൂടി കിഡിലനൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, കണ്ട. പിന്നെ അത് കൂടാതെ നമ്മൾ മീൻ കറി ഉണ്ടാക്കുന്നുണ്ട്. ആ മീൻ നമ്മൾ ചെയിൻകവർ അഥവാ ഓലക്കുടി എന്ന് പറയുന്ന മീനാണ് എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഗ്രേവിയുടെ നല്ല തിളക്കുന്നുണ്ട്. ആ ഗ്രേവി നല്ലപോലെ തിളച്ച് വറ്റി അങ്ങോട്ട് റെഡിയായി കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് നല്ല നാടൻ തേങ്ങ അരച്ച് പിഴിഞ്ഞെടുത്ത് നല്ല നാടൻ തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അതവിടെ കിടന്ന് ഒന്ന് ചൂടായി റെഡിയായി വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് നല്ല കുടംപൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതവിടെ കിടന്ന് നല്ല തിളക്കട്ടെ. അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മീൻകുട്ടന്മാരെ ഓരോന്നായി അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ആഹാ, അടിപൊളി. അങ്ങനെ നമ്മുടെ മീൻകറി നല്ല തിളച്ച് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഇച്ചിരി എൻ്റെ കയ്യിലേക്ക് ഇട്ടടി തരുവാ. അടിപൊളി, സൂപ്പർ. ചൂടേ ഉപ്പ് പുളി എല്ലാം സെറ്റ്, നല്ല ടേസ്റ്റ്, അടിപൊളി. ഇത് കണ്ടെല്ലാവർക്കും ഞാനാ കറി വെക്കുന്നത്. സൂപ്പറാ. മെഴുക്കുവരട്ടിയും കൊള്ളാം, മീൻകറിയും കൊള്ളാം, ഫ്രൈയും കൊള്ളാം. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയണതല്ല, നല്ല അടിപൊളിയാണ്. ആരുണ്ടാക്കി? നീ.